അജ്ബ നമ്മളിപ്പോൾ എവിടെയുള്ളത്? ഫ്രൈഡ് റൈസ്. ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞങ്ങളെ വയനാട്ടിലേക്ക് ട്രിപ്പ് വന്നതാണ് കേട്ടോ. വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഫാമിലി ഒത്തിട്ട് ഇതായിരുന്നു ഞങ്ങളെ ബസ് ഡ്രൈവർ ഇതാണ് കേട്ടോ. ബസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ പുള്ളി വൈബായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസും കഥയും പാട്ടുമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ഓരോരുത്തരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നിൽക്കുമ്പോൾ ഓരോരുത്തരും പുറത്തിറങ്ങി ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് റിസോർട്ടിലെത്തിയപ്പോൾ ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര സന്തോഷമായി. നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരെ അനുഭവ കഥകൾ. 3 വില്ലാസ് അടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. ഈ ഫാമിലി ഒത്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഞാൻ കോൺടാക്റ്റ് നമ്പർ വെക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ ആ കോൺടാക്റ്റ് നമ്പറിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു റിസോർട്ടിലേക്ക് വരാൻ പറ്റും കേട്ടോ. പുള്ളി വൈബായിരുന്നു. നല്ല ബെഡ്റൂം, അതോടൊപ്പം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഞങ്ങളിവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഉള്ളി അരിഞ്ഞ് കരയുന്നുണ്ടായിരുന്നു, ഉള്ളി അരിഞ്ഞിട്ട് കരയാത്തവരുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. എല്ലാവരും ഈ ഫുഡ് ഉണ്ടാക്കുന്നതിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിന് തുടക്കം കുറിച്ച് നമ്മളെ ബുള്ളറ്റ് മാനുക്കായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിലേക്ക്. പിന്നെ എല്ലാവരും ഓരോന്നായി കണ്ടറിഞ്ഞിട്ട് ആരോടും പറയേണ്ടി വന്നില്ല. ഓരോരുത്തരും വന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പങ്കെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അവിടെ പാട്ടും കഥകളും എക്സ്പീരിയൻസുകളും ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കറീൻ്റെ ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും അപ്പുറത്തുനിന്ന് പ്രോഗ്രാമുകൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ തക്കാളി കുറച്ചും ബാക്കി ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിൽ വേറെ തക്കാളി സോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ ഒരുപാട് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. എന്ത് കാര്യത്തിലായാലും ഈ ഒരു ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചതാ. ഫുഡിൻ്റെ പാത്രമായിട്ട് നമ്മൾ സാധി ഇറങ്ങുകയാണേ. പിന്നെ ഈ ചാടി മറിയുന്നത് എന്താണ്, ജയിച്ചതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ നീന്തിയതിൻ്റെ ഒരു ജയിച്ച ഫൈനലായിട്ടുള്ളതിൽ ജയിച്ച സന്തോഷത്തിൽ ആർമാദിക്കുക. നേരം വെളുത്തു ഞങ്ങളിതാ ചെറിയ കുട്ടികൾ മനസ്സുമായിട്ട് വലിയ ശരീരം വെച്ചിട്ട് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്കും 2 കണ്ണടൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങളിവിടെ എത്രത്തോളം ഹാപ്പിനെസ് കിട്ടാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ യാത്ര കഴിഞ്ഞു. ഞങ്ങളെ എൻജോയ് ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. ഇതിനേക്കാളും വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ? അപ്പോൾ ഓക്കെ, ബൈ.